കൈന്റെ ഇവിടെ വെട്ടി തലക്ക് വെട്ടിയതാണ്. അത് ഞാൻ കൈ കൊണ്ട് തടുത്തപ്പോ ഇതവിടെ പറ്റിയത്. പിന്നെ തലന്റെ ഇവിടെ വേറെ. ഇപ്പൊ ഈ ഒരു പ്രശ്നത്തോടു കൂടി ചേട്ടന്റെ ഭാര്യയും ചേട്ടനെ കൈയൊഴിഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും ന്യായത്തിന്റെ ഒപ്പം നിൽക്കുള്ളൂ. വൈഫ് പോയാലും എന്റെ വാപ്പം ആര് പോയാലും ഞാൻ എന്നെ കൊണ്ട് കഴിയണത് ആർക്കാണെങ്കിലും ചെയ്യും. സ്വന്തം മകന് ഇന്ന് പോലും ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരുടെ അടുത്ത് കുടുംബങ്ങളിൽ നിന്ന് കിട്ടൂലല്ലോ. മകനാണ് ഏറ്റവും വലിയ ശത്രു. വരെ വാപ്പ മരിച്ചിട്ട് ഇത്ര ആയിട്ടുള്ളൂ, ആവശ്യമില്ലാത്ത ജനങ്ങളെ കൊണ്ട് പറയും അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു വിഷയമാക്കി. ആ സമയത്ത് ഇവന് ഞാനും ഇമ്മയും കൂടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് റോങ് സംസാരിച്ചതിന് അന്ന് അവിടെ അടി നടന്നിന്റെ മോനെ എന്നെ ഫസ്റ്റ് അടിക്കണം. അന്നൊട്ടെ ഫാമിലിയിലൊരു ഗോസിപ്പ് ഉണ്ടാക്കി. അതായത് ഹസ്ബൻഡിന്റെ വീട്ടുകാർ പണ്ടേ അങ്ങനെ ഒരു പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ടീമായിരുന്നു. ഞാനും ഇവളും തമ്മിൽ എന്തോ ഇത് ബന്ധമുണ്ട്. മകൻ പറഞ്ഞു വരുത്തി. ഇവള് ചിലപ്പോ വിളിക്കുമ്പോ വീട്ടിലാകുമ്പോ ഫോണ് വൈഫ് കാണും. വൈഫും ആദ്യം അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ് എന്റെ വൈഫ്. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ ആ DNA ടെസ്റ്റ് നടത്തും. എന്നിട്ട് ഞങ്ങളിലേക്ക് എന്തെങ്കിലും ചതി പറ്റിക്കണമെങ്കിൽ അന്നെ എൻ്റെ കുടുംബത്തിന് ഞാൻ ഇതിനുള്ള മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഞാൻ അവളോട് പറഞ്ഞു. പിറ്റേ ദിവസം കൊണ്ടിട്ടുള്ള അബോർഷനാക്കി. ഒരു +1കാരന് +2ലേക്ക് പഠിക്കാൻ പോകാൻ പറ്റാണ്ട് കുറേ പ്രശ്നങ്ങളുമായിട്ടാണ് നിലമ്പൂരിൽ നിന്ന് അമ്മയും മകനും ഇപ്പം എന്നെ കാണാൻ വന്നേക്കുന്നത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാ ചേച്ചി? എൻ്റെ പേര് തെസ്നീം. തെസ്നീം. മോൻ്റെ പേര് പറയണ്ട. ഒന്നാമത്തെ കാര്യം മോൻ +1 കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയിൽ മോനെ ബ്ലർ ചെയ്തേ കാണിക്കത്തുള്ളൂ. കാരണം ചേച്ചിയോട് കുറേ കാര്യം സംസാരിച്ചിരുന്നു. അതൊക്കെ എനിക്ക് മക്കളുടെ കയ്യിൽ നിന്ന് അത് സത്യമാണോ എന്ന് അറിയണമായിരുന്നു. കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളത് കുടുംബ പ്രശ്നം പരിഹരിച്ചാൽ നമുക്കത് പ്രശ്നമാവും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മോനെ എന്താ പഠിക്കാൻ പോകാൻ പറ്റാത്തത്? വീട്ടിലിങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്. എന്താ പ്രശ്നം? എന്താ? അതായത് ഇപ്പാന്റെ ഫാമിലിയും ഏട്ടനും അങ്ങനെയൊക്കെ ഫുള്ള് പ്രശ്നം. അപ്പൊ ഇപ്പൊ മോന്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇരിക്കുന്നത്? സ്കൂളിലോ? അപ്പൊ എന്താ പഠിക്കാൻ പോകാൻ പറ്റാത്തത്? അതിന് സാധനങ്ങളൊക്കെ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ചേച്ചി എന്നോടൊരു വീഡിയോ തന്നെ അയച്ച് കാണിച്ചിരുന്നു. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾ വഴി സൈഡിലിരുന്നാണ് ഫുഡ്. എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര വിഷമമായിപ്പോയി. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഇത്രയും സൗകര്യം ഉണ്ടായിട്ടും നമുക്കൊന്ന് കയറി കിടക്കാനൊരു ഇടം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീടെന്ന് പറയുന്നത് ആരും ഇറക്കി വിടാതെ നമുക്ക് എപ്പോൾ വേണേലും കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്താണ് ശരിക്കും എന്താ സംഭവം? എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 3 വർഷമായി. ഹസ്ബൻഡ് മരിക്കുന്നത് വരെ ഫാമിലി ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. പിന്നെ പെട്ടെന്ന് ഹസ്ബൻഡ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ വരെ നമ്മൾ ഫോൺ ചെയ്താൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതായത് ഒരു നമ്മളെ നാട്ടിലെ 1 മണി വരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചു. ഗൾഫിലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കന്നൊരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് എനിക്ക് മരിക്കണ അന്നുകൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ ഇട്ട് തന്നിട്ട് നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോയിക്കോ, ഞാൻ രാവിലെ വിളിച്ചോളാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയിട്ട് എനിക്ക് ഇതുണ്ടായിരുന്നു. അതായത് എപ്പോഴും യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നം വരുമായിരുന്നു. അപ്പോൾ അത് കിഡ്നി സ്റ്റോണും അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിത്തസഞ്ചിയിലും സ്റ്റോൺ വന്നിട്ട് അങ്ങനെ 2 പ്രാവശ്യം ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു. വീണ്ടും ഇങ്ങനെ ഇത് വന്നപ്പോൾ മൂപ്പര് പറഞ്ഞ് നാട്ടിലേക്ക് വരാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്നിട്ട് നമുക്ക് നല്ല ഡോക്ടറെ കാണിക്കും. അപ്പോൾ തൽക്കാലം അത് ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യലും പിന്നെ യൂറിനിൽ ബ്ലഡ് പോണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞെങ്കിൽ വന്നാൽ രാവിലെ തന്നെ ഇങ്ങനെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പർക്ക് അന്ന് ഇങ്ങനെ ഒരു സുഖമില്ലായ്മ പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു വിഷയത്തിൽ ഞാൻ അന്ന് ഇതേപോലെ ഞാനും മക്കളും തന്നെ നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. നല്ല എത്ര മക്കളുണ്ട്? 3 ആളാണ് ഉള്ളത്. അപ്പൊ മൂത്ത മോൻ അന്ന് അബുദാബിയിലാണ് ഉള്ളത്. ഹസ്ബൻഡ് മരിക്കുന്ന സമയത്തൊക്കെ അവിടെയാണ്. അപ്പൊ ഞാൻ ഈ 2 മക്കളും ഉണ്ടായിരുന്നു. ഇവര് ഇവിടെ പറഞ്ഞു നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. എനിക്കങ്ങനെ തീരെ വയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഈ സുഖമില്ല, ഹസ്ബൻഡിന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ രാവിലെ ബാലൻസ് ഇട്ടിറങ്ങി ഇപ്പൊ പോയിക്കോ, ഓപ്പറേഷൻ ഒക്കെ ചെയ്യാൻ പറയുകയാണെങ്കിൽ അന്ന് ചെയ്താളാന്ന് പറഞ്ഞാൽ വേറെ 2-3 ടെസ്റ്റുകൾക്കൊക്കെ എനിക്ക് തന്നായിരുന്നു. അപ്പൊ ഞാനത് ഹസ്ബൻഡ് വന്നിട്ട് ചെയ്യാന്നില്ല ലെവലിൽ നിന്നു. അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ രാവിലെ സംസാരിച്ച് 10 രൂപ അപ്പം അക്കൗണ്ടിൽ കിട്ടാന്നിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ നേരെ എന്ത് ചെയ്തു, ഞാനൊരു വയനാട് പച്ചമരുന്ന് കഴിക്കലുണ്ട്. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, അപ്പോൾ ഉപ്പാക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട. കാരണം നാളെ രാവിലെ നമുക്ക് പറയില്ല ഉപ്പാക്ക് സുഖമില്ലാതെ നമ്മൾ ആ സമയത്ത് പൈസ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം എല്ലാ പൈസയും കൊണ്ട് നമുക്ക് സാധാരണ ഞാൻ ഹസ്ബൻഡ് വന്ന സമയത്ത് തന്നെ അവിടെ എല്ലാവർക്കും നമുക്ക് ഫാമിലിയിലൊക്കെ അറിയുന്നതാണ് ഞങ്ങൾ ഈ വൈദ്യരുടെ അടുത്ത് പോയിട്ട് ഞാൻ മരുന്ന് കഴിക്കലുണ്ട്. അപ്പൊ ഞാൻ അന്ന് നമ്മള് വണ്ടി ഞാൻ കുട്ടികളോട് പറഞ്ഞു നമുക്ക് പോവാ, ഉറങ്ങാനില്ലൊക്കെ. ഒരു 12:30-1 മണി വരെ ഞാൻ വീട്ടിലുണ്ട്. രാത്രി 6 മണിക്കാണ് അവിടെ വൈദ്യര് മരുന്നിന് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ചീട്ടെടുക്കാൻ നിൽക്കണത്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ കയറാം, കാരണം മഴയാണല്ലോ. അപ്പോൾ ചുരമൊക്കെ ബ്ലോക്കും
കോടയൊക്കെ വരും, നമുക്ക് എന്നാ പോവാന്ന് പറഞ്ഞിട്ട് ഇവരെ ഞാൻ ഉറങ്ങണ കുട്ടികളെ വിളിച്ചുണർത്തിയിട്ട് രാത്രി 1 മണി 1:30 ആകുമ്പോഴാണ് ഞാൻ ഇറങ്ങണത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇവിടേക്ക് പോവാം, വയനാട് പോവാം. അപ്പോൾ ഫോണൊക്കെ ഓഫായി പോയിട്ട്, കാരണം കുട്ടികൾക്ക് അന്ന് സ്വന്തമായിട്ട് ഫോണൊന്നുമില്ല, അന്ന് നമ്മളെ ഫോണുമ്മലാണ് അവർ കളി. അങ്ങനെ ഇവർ ഗെയിമൊക്കെ കളിച്ച് ഫോൺ ഓഫായിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡാണ് നമുക്ക് വിളിക്കാനുള്ളത്. ഹസ്ബൻഡ് വിളിച്ച് ഫോൺ കട്ടാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ രാവിലെ അല്ലേ വിളിക്കുള്ളൂ, മൂപ്പര് ഉറങ്ങാൻ കിടന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ വന്നിട്ട് പോവാം, തൽക്കാലം ഞാൻ വയനാട് പോയിട്ട് മരുന്ന് കഴിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ പോയി. ഞാൻ പോയി അവിടെ എത്തുന്നത് അപ്പോഴത്തേക്ക് 1 മണിയാകുമ്പോഴാണ് ഇവിടെ മരിച്ചു പറഞ്ഞ് വിവരം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ നെഞ്ചിന് വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ല പുക ഒരുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രശ്നമാവെന്ന് പറഞ്ഞു. അല്ല, അതൊന്നും അല്ല, ഇത് ശരിക്കും വേദനയാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ എന്നെ നാട്ടിൽ കൊണ്ടുവരണം എന്ന് പറയരുത്, ഇവിടെ തന്നെ അടക്കാനുള്ളതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ. അപ്പം നമ്മൾ അത്ര ഒരു കാര്യമാക്കി എടുത്തില്ല, ഞങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എത്തിയിട്ടൊരു 6 മണി ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഫോൺ ഓൺ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ മരിച്ച വിവരം അറിയുന്നത്. അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. അന്നൊട്ടേ ഫാമിലിയിലൊരു ഗോസിപ്പ് ഉണ്ടാക്കി, ഞങ്ങൾ വേറെ വഴിക്ക് പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കയ്യിൽ പോവാണെങ്കിൽ എനിക്കൊരു ഡ്രൈവർ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് അതെങ്ങോട്ടാണില്ല. അപ്പം നമുക്ക് അങ്ങനെ. അപ്പോൾ അവർ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ പണ്ടേ അങ്ങനെ ഒരു പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ടീമായിരുന്നു. അതുപോലെ അങ്ങനെ ആദ്യം നമുക്ക് എതിരെ പല വണ്ടിയുണ്ട്. വണ്ടി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. എൻ്റെ ഈ മക്കൾക്ക് അന്നും ഓർമ്മയുള്ള കുട്ടികളാണ്, ഇവർക്കറിയാം ഞങ്ങൾ പോയത്. അവിടെ ഈ വരി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫോൺ ഓൺ ചെയ്തിട്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴാണ് ഈ മരിച്ച വിവരം അറിയുന്നത്. അങ്ങനെ ആ മരിച്ച വിവരം അറിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ അവിടുന്ന് പോന്ന്. അപ്പോൾ ഇങ്ങനെ ഫാമിലിയിലൊക്കെ എല്ലാവരും അറിഞ്ഞ് അവരൊക്കെ, കാരണം മരിച്ചപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ ആരുമില്ല. അന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോകുമ്പോൾ പന്ത് കളിക്കാൻ പോകും. സ്കൂളിട്ട് വന്നാൽ പന്ത് കളിച്ചങ്ങാണ്ട് ഇവരൊരു 7 സമയമായിട്ടുണ്ടാവും. ഈ ഹസ്ബൻഡിൻ്റെ അമ്മായി ഉണ്ട്, അവർ കണ്ടിട്ടുണ്ട്. ഇവർ പറഞ്ഞ് ഞങ്ങൾ 2 ദിവസം മുന്നേ പോയതാണ്. അങ്ങനെ പിന്നെ കുറച്ച് കഥകളൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ അത്ര കാര്യമാക്കില്ല. പക്ഷെ ഫാമിലി അതിൻ്റെ പിന്നാലെ പോയി. ആ ഒരു പ്രശ്നത്തിൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അന്ന് തൊട്ടേ നമ്മളോട് ചൊറയില്ല. ഞാൻ എങ്ങോട്ടോ പോയി എന്നൊക്കെ പറഞ്ഞു. നമ്മൾ മരണം എന്നൊക്കെ പറഞ്ഞാൽ മുൻകൂട്ടി കാണാൻ പറ്റുന്നല്ലോ. അങ്ങനെയാണ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തൊട്ട് അവർ പ്രശ്നത്തിൽ. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് മരിച്ചു, പിന്നെ മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കശപിശകളായിരുന്നു. ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ മക്കളും ഒറ്റക്കാണ്, പിന്നെ എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടു. കാരണം ഞാൻ എൻ്റെ കൂടെ ഈ മക്കളെ വരെ ഇവരൊക്കെ കൂടെ കൂടിയിട്ട്, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും നമ്മളെ വീട്ടുകാരും കൂടെ ഒരുമിച്ചു. ഇവര് ഈ ഒരു സന്ദർഭം വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്താന്നൊക്കെ വീട്ടുകാർക്കൊക്കെ അറിയുന്നതാ. ആദ്യം തൊട്ട് ഹസ്ബൻഡ് ഉള്ള സമയത്ത് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ. ചേച്ചി, ഞാൻ നിങ്ങളുടെ കുടുംബ പ്രശ്നം പറഞ്ഞപ്പോഴാണ് മോനെ ഏൽപ്പിച്ച് വിട്ടത്. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതലൊന്നും കേൾക്കാനോ താങ്ങാനോ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവരനുഭവിച്ചതാണ് ഒരു കാലത്ത്. അപ്പം അവർ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അവർക്കത് പ്രശ്നം ഉണ്ടാവും. കൊച്ചുമക്കളല്ലേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നോ? നിങ്ങളുടെ ഹസ്ബൻഡ് ഉള്ളപ്പം നിങ്ങൾ എവിടെയായിരുന്നു താമസിച്ചോണ്ടിരുന്നത്? നിങ്ങളുടെ സ്വന്തം വീട്ടിലാണോ? ഹസ്ബൻഡ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വെച്ചു. ഞാനും മക്കളും ഹസ്ബൻഡും അങ്ങനെ സ്വന്തമായിട്ട് വീട് വെച്ചു. ആ വീട്ടിൽ നിന്നാണ് ഇപ്പൊ ഇറക്കി വിട്ടത്? ആ വീട്ടിൽ നിന്നാണ്. അത് ആ സ്ഥലം വാങ്ങിയത് വെച്ചാൽ എന്റെ പണ്ടങ്ങളൊക്കെ വിറ്റുകാണ്ട് അങ്ങനെയാണ് ഫസ്റ്റ് സ്ഥലം വാങ്ങുന്നത്. പിന്നെ അതായത് ഹസ്ബൻഡ് പോയി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് നാട്ടിലേക്ക് വരുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയിൽ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പെങ്ങളെ കല്യാണം കഴിച്ച് വിട്ട് പിന്നെ കടങ്ങളൊക്കെ വീട്ടിയിട്ടാണ് വരുന്നത്. അതിലിപ്പോൾ എൻ്റെ സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് പെങ്ങളെ കെട്ടിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ലാസ്റ്റ് ഇവര് വീട് സ്ഥലം വാങ്ങിയിട്ട് പോയി, തറ ഇട്ടുകൊണ്ട് അങ്ങനെ പോയി. പിന്നെ എൻ്റെ വീട്ടുകാരും സഹായിച്ച് അങ്ങനെയൊക്കെയാണ് വീട് വെച്ചത്. ആ വീട് വെച്ചതിൽ വീട്ടിലെ പൈസ മാത്രമേ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കി മൊത്തം ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറും കൂടിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അന്ന് തന്നെ. അപ്പം നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട് വെച്ചത്. ആ വീട്ടിലാണ് ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റാത്തത്. ഇതിനിടയ്ക്ക് ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ വേറൊരു വീട്, അതായത് ഹസ്ബൻഡ് നിങ്ങളുടെ സ്വന്തം തറവാട് മേടിച്ചെന്ന്. ആ തറവാട്ടിലോട്ട് തേങ്ങ ഇടാൻ പോയപ്പോഴായിരുന്നു പ്രശ്നം ഉണ്ടായത്? അതെ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇപ്പോൾ പ്രശ്നം വരാൻ കാരണം എന്താ വെച്ചാൽ മൂത്ത മോന് കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അതൊരു 19 വയസ്സ് പ്രായമാകുമ്പോഴാണ് ആ കുട്ടി ഇറങ്ങി വന്നതാണ്. നോർമലി കല്യാണം അല്ല, ഇറങ്ങി വന്നതാണ്. ഇറങ്ങി വന്നതിന് ശേഷമാണ് പിന്നെ കല്യാണം 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവളെ നിക്കാഹ് അവളെ ഫാദർ ചെയ്തു കൊടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് എന്നോടും മക്കളോടും ഭയങ്കര ഒരു വൈരാഗ്യമാണ്. ഈ മോൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു ആദ്യമൊന്നും. കുറച്ച് ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫാദറുള്ള സമയത്തെ ഓൻ കുറച്ച് റോങ് ആയിരുന്നു മോന്. ഫാദർ എല്ലാം അടിച്ചു ഇതൊക്കെ ചെയ്തിരുന്നു ആ കാലത്ത്. പക്ഷെ ആ ഒരു വെറുപ്പ് വെച്ചാൽ ഇവന് ഞാൻ 18 വയസ്സ് തികയുമ്പോഴാണ് ഞാൻ ഇവനെ അബുദാബിയിൽ വിടുന്നത്. കാരണം ഓന് +1 പഠിക്കുന്ന സമയത്ത് കൊറോണന്റെ പ്രശ്നം വന്ന് ക്ലാസ് മിസ്സാക്കി. അപ്പോൾ ഇതിലെങ്ങനെ നടന്നപ്പോൾ പിന്നെ ആ ഫാദറും വരാനായി. അപ്പോൾ ഇവര് അന്ന് ഈ അമ്മായിമ്മ ഇങ്ങനെ വീട്ടിൽ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് ഭർത്താവ് വന്ന ഈ 6 മാസം നാട്ടിൽ വരുമ്പോൾ മാത്രമേ അമ്മായിമ്മ വീട്ടിൽ വരുള്ളൂ. 6 മാസം നിൽക്കും. 6 മാസം നിൽക്കും. അപ്പൊ ഈ 6 മാസം നിൽക്കുന്ന സമയത്ത് അമ്മായിമ്മ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്നും ഞങ്ങൾ തമ്മിൽ ഉടക്കാവും. കാരണം പിന്നെ ഞാൻ തെറ്റിപ്പോയി വരും. അങ്ങനെ ആകുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പറയും എന്താ ചെയ്യുക, എൻ്റെ ഉമ്മയായി പോയിലൊക്കെ പറഞ്ഞിട്ട് ഉമ്മയും മകനും തന്നെ അങ്ങോട്ടോട്ടൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം മൂത്ത മോനെ കുറിച്ച് മോശമായിട്ട് എന്തോന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഹസ്ബൻഡിന് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു. മക്കളെ ഇതാക്കണ പോലെ അത് ശിക്ഷിച്ചു. ആ കുറച്ച് ഓവറായിട്ട് അടിച്ചൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഈ ഹസ്ബൻഡിനോടുള്ള ഒരു ഇതിലല്ല, കാരണം ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അന്ന് അമ്മായിമ്മയാണല്ലോ എന്ന് വീട്ടുകാരോടൊക്കെ സംസാരിച്ചു. വീട്ടുകാരൊക്കെ അന്ന് ഹസ്ബൻഡിനോടൊക്കെ സംസാരിച്ചു. ഞാൻ ആ വിഷയം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. അതങ്ങനെ തീർന്നു. അപ്പോൾ പിന്നെ മോന് പറഞ്ഞു. പിന്നെ മോനിക്ക് വാപ്പ നാട്ടിലേക്ക് വരാനായപ്പോൾ ഇങ്ങനെ മോനും എന്നോട് സംസാരിച്ചു, ഇനി ഇന്ന മോൻ വാപ്പ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും. അങ്ങനെയൊക്കെ ഒരു ഇവന് വന്നു. അപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ഭാഗത്തിൻ്റെ മോനാണ്, ഒരു ഭാഗത്ത് ഭർത്താവാണ്. ഇവർ തമ്മിൽ എങ്ങനെയായാലും നല്ല രീതിയിൽ പോകണമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവന് ഭയങ്കരമായിട്ട് ഇവൻ്റെ ഒരു സ്വഭാവത്തിൽ തന്നെ ഭയങ്കര അന്ന് തന്നെ ഒരു വേറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതായത് നമ്മളോടൊക്കെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. അപ്പം ഞാൻ ഈ പ്രശ്നത്തിൽ ഇനിയൊരു വിഷയം ഉണ്ടാവരുത്, ഭർത്താവ് വന്നാലും നമുക്ക് ഇതൊക്കെ അനുഭവിക്കാനുള്ളത് നമ്മൾ. അപ്പം എൻ്റെ മോൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, എൻ്റെ വാപ്പൻ എൻ്റെ മേത്ത് കൈ വെച്ച് കഴിഞ്ഞാൽ വാപ്പാൻ്റെ പള്ളക്ക് ഞാൻ കത്തി കയറ്റും എന്നൊക്കെ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞപ്പോൾ ഞാൻ ഇവനെ മാറ്റി. വാപ്പാനോട് ഞാൻ ചോദിച്ചു, ഇവനിങ്ങനെ ഒരു വിസ വന്നിക്കണം ഞാൻ വിടട്ടെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വേണ്ട, ഞാനൊരു പ്രവാസിയാണ്, എൻ്റെ മക്കൾ പ്രവാസി ആവണ്ട, പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവന് പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവനെ ഞാൻ 2-3 കോളേജിൽ മാറി മാറി ചേർത്തതാ. ഇവൻ ക്ലാസ്സിന് പോവാതെ പ്രശ്നമാക്കി അങ്ങനെ നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവനിങ്ങനെ വിസ വന്ന് പറഞ്ഞയച്ചാണ്. അന്ന് മൂപ്പര് അറിയാതെ പറഞ്ഞയച്ചു. നാട്ടിൽ വന്നിട്ടാണ് അറിയുന്നത് മോന് പോയ വിവരം. അന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അന്ന് പിന്നെ ഹസ്ബൻഡ് എന്നോട് ചെറിയൊരു പിണക്കത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നെ നമ്മളെ നാട്ടിലെ അവസ്ഥയും ഞങ്ങളാ ഭാഗത്തുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഓനെ വിട്ടത് നന്നായി. കാരണം ഓൻ്റെ പ്രായം കുട്ടികളൊക്കെ പല രീതിയിലും തെറ്റുകളൊക്കെ ആവർത്തിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഒരുവിധം നമുക്കിപ്പോൾ പോയത് നന്നായി. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ പെട്ടെന്നൊരു ഉത്തരവാദിത്തമൊക്കെ വരും പെട്ടെന്ന്. അങ്ങനെ എനിക്കതങ്ങനെ തോന്നിയില്ല, അത് നന്നായി പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ സോൾവായി. പിന്നെ ആ പോക്ക് പോയതാണ് മോന്. പിന്നെ മകനും വാപ്പി തമ്മിൽ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞൊരു 2 വർഷത്തെ മകൻ അവിടെ നിന്നു. പിന്നെ ഫാദർ അതിൻ്റെ ഇടയിൽ മരിച്ചിട്ടാ പിന്നെ വരുന്നത്. അപ്പം മരിച്ചതിന് ശേഷമാണ് വരുന്നത്. അവർ തമ്മിൽ കണ്ടിട്ട് 2 വർഷത്തോളം ആയിരുന്നു. അപ്പോൾ അവന് നാട്ടിലേക്ക് വരാനുള്ള അപ്പൊ ഹസ്ബൻഡ് ഞാൻ വന്നിട്ട് ഒരു 6 മാസം നാട്ടിൽ നിന്ന് പോയതിന് ശേഷമാണ് മരിക്കുന്നത്. അപ്പൊ അന്ന് ഓനോട് വരാൻ പറഞ്ഞ അന്ന് ഓന് ലീവ് കിട്ടാത്തതുകൊണ്ട് ഓന് വരാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഫാദറിനെ എങ്ങനെ വെച്ചാൽ ഭയങ്കര കുട്ടികളെ കാര്യത്തിലൊക്കെ നല്ലൊരു ശ്രദ്ധയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഇവന് നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടണം, കാരണം ഇവനൊരു ഉത്തരവാദിത്തം വരണം എന്നൊക്കെ ഉള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു വാപ്പാക്ക്. അങ്ങനെ ഇവനൊരു 20 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് 21 വയസ്സൊക്കെ ആകുമ്പോൾ അവനെ നിക്കാഹ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു വേറെ പുറത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ പുറത്ത് അവിടെ ഒരു സൗകര്യം കുറവാന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ പുതിയൊരു വീട് വെക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പുതിയ വീട് വെക്കാൻ ഞങ്ങൾ പുറത്തൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തതായിരുന്നു ആദ്യം. അത് എങ്ങനെയാ അമ്മായിമ്മ അറിഞ്ഞു. അമ്മായിമ്മ പ്രശ്നം ഉണ്ടാക്കി ആ സ്ഥലം എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കച്ചറ ഉണ്ടാക്കി പെരയിൽ വന്നിട്ട് ഹസ്ബൻഡിനോട്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കുറച്ചടുത്ത് തന്നെയാണ്, അത്ര ലോങ്ങൊന്നുമല്ല. അപ്പം പറഞ്ഞു ഇപ്പം ഞങ്ങളടുത്തു നിന്നാണ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങളോടൊന്നും ഇതുണ്ടാവില്ല, എൻ്റെ വൈഫ് എന്നുള്ളൊരു ചിന്ത മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ എന്നൊരു മെൻറ്റാലിറ്റിയിൽ അത് എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പം അവരെ ഒരു മോന് സുഖമില്ല, രണ്ടാമത്തെ മോളെ കുട്ടിക്ക് അതിനൊരു അസുഖം ഉണ്ടായിരുന്നു, പെൺകുട്ടിയാണ്. അപ്പം ഇവർക്ക് ക്യാഷിന് അത്യാവശ്യമാണ്.
പിന്നെ ഒരു മോളെ കല്യാണമാണ്, അവർക്കും ക്യാഷിന് അത്യാവശ്യമാണ്. ഒരു മോന് വീട് പണിയാണ്. അപ്പോൾ അവർക്കൊക്കെ ക്യാഷിന് അത്യാവശ്യം വന്നപ്പോൾ ഇവർക്ക് ഈ തറവാട് സ്വത്ത് എങ്ങനെയെങ്കിലും മൂപ്പരെ കൊണ്ട് എടുപ്പിക്കണം. ഇവർ വിചാരിച്ച പൈസ പുറത്തൊരാളെടുക്കുന്നത് കിട്ടൂല. അതൊരു സാധാ ഒരു പെരയാണ്, നമ്മളെ പഴയ കാലത്തുള്ള ഈ കട്ട വെച്ചിട്ടൊക്കെ ഉള്ളൊരു പെരയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് പെരക്കുള്ള ഒരു സ്ഥലത്തിനുള്ള പൈസ കിട്ടുള്ളൂ. അപ്പം നമ്മൾ തന്നെ എടുക്കുമ്പോൾ ബാക്കി നമ്മളെ താഴെയുള്ളവർ നമ്മളെ ഫാമിലിയിലും അല്ലേന്ന് വെച്ചിട്ട് കുറച്ച് ക്യാഷ് കൂട്ടി കൊടുക്കുമല്ലോ. അങ്ങനെ അമ്മായിമ്മ തന്നെ ഓല് പ്ലാൻ ചെയ്തായിരുന്നു എല്ലാവരും. അങ്ങനെ മൂപ്പര് ആ സ്ഥലം എടുക്കാനും പിന്നെ നമ്മൾ അതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞില്ല, ഹസ്ബൻഡ് ഉള്ള സമയത്തെ ഇവർ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഒന്നും തമ്മിൽ നല്ല ചേർച്ചയിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇവർ അതിൻ്റെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ഒരു അവസ്ഥ ഹസ്ബൻഡ് ഉള്ള സമയത്തേ കഴിഞ്ഞതാ. ഓക്കെ. അപ്പോൾ ഇവരിപ്പോൾ ഇയാൾ അടിച്ച അതേ ലെവലിൽ തന്നെ ഇതിൻ്റെ മുമ്പ് എൻ്റെ ഹസ്ബൻഡിന് ഈ അനിയന്മാരെ അടിച്ചിക്കണ്. ഓ, ഹസ്ബൻഡിനെ അടിച്ചതാണ് അതിൻ്റെ മുമ്പ്. അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഇവരെ 6 പേരിലാണ് ഈ സ്വത്ത് കിടക്കുന്നത്. അതായത് ഉമ്മാന്റെ 6 മക്കളും. അന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പേരിൽ സ്വന്തമായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സ്ഥലം വിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ 6 മക്കളും ഒപ്പിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, കാരണം എൻ്റെ അമ്മായിമ്മ ഓൾറെഡി ഒരു മരുമക്കളെടുത്ത് നിൽക്കുന്ന ടൈപ്പല്ല. അങ്ങനെ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഉമ്മാൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് പിന്നീട് ഞമ്മക്ക് തന്നെ അത് പ്രശ്നം വരും, അതുകൊണ്ട് ഉമ്മാൻ്റെ കാലശേഷം ഞാനത് ഒപ്പിടുള്ളൂ, എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, അതുവരെ നിങ്ങൾക്കൊക്കെ താമസിക്കണേ മാറി താമസിച്ചോളൂ, ഞാനത് ഒപ്പിടൂല എന്ന് പറഞ്ഞു. ഫസ്റ്റ് 5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് നാട്ടിൽ വരിക, കല്യാണം കഴിഞ്ഞ് പോയിട്ട്. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഫസ്റ്റ് നടക്കുന്നത്. അന്ന് ഇവർ ഒപ്പിട്ട് കൊടുക്കൂല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ എൻ്റെ ഹസ്ബൻഡിനെ തച്ച ആൾക്കാരാണ് ഈ അനിയന്മാർ. അതൊക്കെ നാട്ടുകാർ മറന്നുപോയ കാര്യമാവും. പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ ഒരു മാഷ് ഉണ്ടായിരുന്നു. ആ മാഷൊക്കെ വന്നിട്ടാണ് നൈറ്റിലാണ് അടിയെടുക്കണം. അന്ന് ഞാനൊക്കെ ഒരു വലിയ മൂത്ത പെങ്ങളുണ്ടായിരുന്നു. അന്ന് വരെ പെങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളെ കല്യാണം കഴിപ്പിച്ച അതിൻ്റെ കല്യാണക്കാരും എല്ലാം ഞാനാ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടുകാർ സ്ത്രീധനത്തിൻ്റെ പൈസയൊക്കെ കൊടുത്ത്, പിന്നെ ഹസ്ബൻഡ് പൈസ പണ്ട് ഞാൻ ഊരിക്കൊടുത്തു. 20 പവൻ സ്വർണം കൊടുത്ത് 1.25 ലക്ഷം സ്ത്രീധനം അന്ന് കൊടുത്ത് കല്യാണം കഴിച്ച. അതൊക്കെ എൻ്റെ ടീമിൽ നിന്ന് തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അന്ന് ഇവർ നമ്മളായിട്ടൊക്കെ നല്ലൊരു ഇതായിരുന്നു. അപ്പോൾ ഈ അനിയന്മാർ ഈ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം അവർക്ക് വേറെ വീട് വെക്കണം, താമസം മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനിയൻ കല്യാണം കഴിച്ചിരുന്നു. ഈ പെങ്ങളെ അനിയൻ്റെയും കല്യാണം 1 മാസത്തിൽ 2 കല്യാണം നടന്നിരിക്കുന്നത്. കാരണം ഇവർ തമ്മിൽ ആദ്യം ഒരു ഒത്തൊരുമയില്ലാത്ത ഫാമിലിയാണ്. അപ്പോൾ ഈ ആങ്ങളിൻ്റെ കല്യാണത്തിൻ്റെ അന്ന് പെങ്ങളെ കല്യാണം നടക്കാൻ പറ്റൂല എന്നുള്ളൊരു വാശിയായിരുന്നു ആങ്ങളക്ക്. ആ 1 മാസത്തിൽ അവിടെ 2 കല്യാണം നടന്നത്. ഒരു ഞായറാഴ്ച ഒരു കല്യാണം, പിറ്റത്തെ ഞായറാഴ്ച ഒരു കല്യാണം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇവർ ഈ സ്ഥലം ഇവർക്ക് വേണം. അപ്പം അവിടെ അന്നത്തെ മഹല്ല് കമ്മിറ്റിയും ആളുകളൊക്കെ പറഞ്ഞു, ഈ കല്യാണം നടത്തുന്നത് എൻ്റെ ഫണ്ടും കൊടുത്തിട്ടും ഹസ്ബൻഡാണല്ലോ സ്ത്രീധന പൈസയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീട് 10 സെൻറ്റ് സ്ഥലം ഈ വീടും ഉണ്ടല്ലോ, ആ വീടും ഞങ്ങളെ 2ആളെയും പേരിൽ എഴുതുകയെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ഇവരെ ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട്, നമുക്ക് വേണ്ട, എന്നാൽ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റണെന്ന് വെച്ചാൽ അന്ന് നമുക്ക് ഉണ്ടാക്കാം, പിന്നെ ഇത് നമുക്ക് വേണ്ട, ഇത് നിങ്ങൾ കുടുംബ സ്വത്തല്ലേ, നമുക്ക് ഇനിയിപ്പോൾ അന്ന് എനിക്കൊരു പെൺകുട്ടി ഇല്ല. ഞാൻ പറഞ്ഞു നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടീൻ്റെ അവസ്ഥ എന്താ പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടീനെ കല്യാണം കഴിപ്പിച്ചു വിടണല്ലേ, നമുക്ക് അതിൽ നമുക്ക് ഈ ദുനിയാവ് നമുക്കൊന്നും വേണ്ട ഇറങ്ങാണ്ട്, അങ്ങനെ ഞങ്ങളത് മാറ്റിയതാണ്. അപ്പം ആ ഒരു പ്രശ്നം നിന്ന് ആ മുതലിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡിന് ആദ്യമേ. കാരണം അത്രയും അടിപിടി അവിടെ നടന്നുകൊണ്ട് പിന്നെ ഇവര് നിർബന്ധിച്ചെടുപ്പിച്ചതാണ്. അപ്പൊ ഈ വീട്ടില് മരുമോള് സംസാരിക്കണമൊക്കെ കേട്ടില്ലേ, അപ്പൊ അവള് എന്നോടുള്ള എനിക്ക് നമുക്കത് മകന്റെ ഭാര്യ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഇവള് കേറി വന്ന ഉടനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവര് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവള് വന്നത് തന്നെ. വേറെ ഒരു ഇതിലാണ് വന്നത്. കാരണം എൻ്റെ മോന് പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടാണ്. മരിച്ചിട്ട് 8 മാസം ആയിട്ടുണ്ടാവും നാട്ടിൽ വന്നു പോയിട്ട്. അതിൻ്റെ ഇടക്ക് വന്നിട്ടില്ല. ഈ കുട്ടി വന്നത് തന്നെ ഒരു പിറ്റേ ദിവസം തൊട്ടേ ഈ കുട്ടിക്ക് സുഖമില്ലായ്മയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ ചെറിയ കുട്ടികളല്ലേ, വീടിട്ട് ഇറങ്ങി പോകുന്നതല്ലേ, അപ്പോൾ ആ ഒരു ടെൻഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തില്ല. പിറ്റേ ദിവസം തൊട്ടിട്ട് ഇവള് ഛർദിയും പ്രശ്നങ്ങളും ഒക്കെ ആയപ്പോൾ ഞാൻ ഈ കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അത് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ഡോക്ടറെ അടുത്താണ് പോയത്. വന്നതിൻ്റെ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ
ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. യൂറിൻ ടെസ്റ്റ് ചെയ്തേക്ക് പറഞ്ഞു ഈ കുട്ടി ഗർഭിണിയാന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് ചൂടായി. കാരണം ഇവർ തമ്മിൽ യാതൊരു ബന്ധമല്ലല്ലോ. എനിക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കുട്ടീനെ കാണുന്നത് അതിൻ്റെ മുമ്പ് ഇവന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ ഫാദറിനെ പോയി കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി പോയതാണ്. ഇവരെനിക്ക് കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നിട്ടില്ല. ഫാദർ ഞാൻ വിളിക്കുന്നിടത്തോളം മാറി മാറി പോകുമായിരുന്നു. അപ്പം അതിൻ്റെ കഥകളൊന്നും നമുക്ക് അന്ന് അറിയില്ല. അങ്ങനെ ഇവൻ എന്നോട് പറയും ഇന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആ കുട്ടീൻ്റെ വീട്ടുകാർ അതിനിട്ടുങ്ങാണ്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്, അടിക്കുകയാണ് എന്നൊക്കെ പറയും. ഇവളിടുന്ന വോയിസും കാര്യങ്ങളൊക്കെ മോൻ എനിക്ക് ഇട്ടുതരും. അപ്പം ഈ ഒരു കുട്ടി ഇങ്ങനെ കരയും, ഫുഡ് കൊടുക്കണില്ല, പട്ടിണി കിട്ടു, റൂമിലിട്ട് പൂട്ടി, ഫോൺ വാങ്ങി വെച്ചു എന്നൊക്കെ വീട്ടുകാർ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ കാരണത്താലാണെങ്കിൽ കുട്ടികളെ ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല, ഇജ് അതിനെ കെട്ടിക്കാൻ ഞാൻ പോയി സംസാരിച്ചോളായിരുന്നു. എനിക്ക് സംസാരിക്കാനുള്ള അവസരം എനിക്ക് ഈ ഫാദർ തന്നില്ലേ കുട്ടീൻ്റെ. പിന്നെ ഞാൻ അപ്പക്കിന് ഇങ്ങനെ ഇറങ്ങിപ്പോരാനൊക്കെ ഇവർ രണ്ടാളും തീരുമാനമായിരിക്കണം. അപ്പം ഞാൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇയാളെ കാണാൻ പോയി. അപ്പോൾ ഇയാളെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അയാളെ കാണാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അങ്ങനെ പിന്നെ വന്നപ്പോഴാണ് അറിയുന്നത് ഈ 3 ദിവസമായ പെണ്ണ് ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ച് കച്ചറയൊക്കെ കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നെ ഇവളെ ഓരോ പ്രവൃത്തിയിലൊക്കെ നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഫീൽ ചെയ്തപ്പോൾ മകൻ നാട്ടിലുണ്ടായിരുന്നല്ലോ ഇല്ല. മകൻ വന്നിട്ട് 3 ദിവസം വന്നതിൻ്റെ 2ാമത്തെ ദിവസമാണ് 3ാമത്തെ ദിവസം അവൾ ഇറക്കണത്. അതിൻ്റെ 8 മാസം മുന്നെയാണ് അവൻ വന്നു പോയത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പ്രശ്നം ഉണ്ടായി. ഞാൻ പിന്നെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഒറ്റയടിക്ക് ഒരു കൺസൾട്ടിങ് ഒന്നും നടത്താതെ പെട്ടെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതോടുകൂടി എനിക്ക് മനസ്സിൽ ചെറിയൊരു ഇത് തന്നു, എന്തോ ഒരു സംശയം വന്നു. പിറ്റേ ദിവസം അപ്പം അന്ന് ഡോക്ടർ OP ടൈം കഴിയാനായതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ഒരു റിപ്പോർട്ട് പിറ്റേന്നേ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടാളും നാളെ വന്നിട്ട് റിപ്പോർട്ട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ അന്ന് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, ഞാൻ അന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ടീച്ചറായിട്ട് പോകുമായിരുന്നു. അപ്പം എനിക്ക് നാളെ ജോബ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും വന്ന് കാണിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോന്നു. പക്ഷേ പിറ്റേന്ന് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ രാത്രി ഫുഡ് ഉണ്ടാക്കി കൊണ്ട് നിൽക്കുമ്പോൾ ഇവള് അടുക്കളയിൽ വന്നു. അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ എന്താ പറഞ്ഞത്. ഒറ്റയടിക്ക് ഇവള് പറഞ്ഞു 9 ആഴ്ച ആയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് 2 ആഴ്ച ആയിട്ടില്ല, പിന്നെ ഇങ്ങനെ സംഭവിച്ചത് ചോദിച്ചു. അന്ന് ശേഷം ഈ കുട്ടീനോട് വേണ്ടിയിട്ടില്ല. ലാസ്റ്റ് സംസാരിക്കണം നല്ല രീതിയിലുള്ള സംസാരം അതാണ്. ഞാൻ ഇതൊക്കെ ഒരുപാട് ഇതെന്താ വെച്ചാൽ ഞാൻ പുറത്ത് നമ്മൾ ആരും തേജോവധം ചെയ്യാൻ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ ഇത് പറയാൻ പറ്റൂല. അന്നത്തെ വിഷയം ഞാൻ ഫാമിലിയിൽ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞെന്താ വെച്ചാൽ ഈ കുട്ടീനെ കയറ്റാൻ ഞാൻ സപ്പോർട്ടായിരുന്നല്ലോ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ്റെ വീട് എന്നുള്ളൊരു ഇതിൽ അവൻ കുറച്ച് റോങ് ആയി നമ്മളോട്. കാരണം ഓന് കല്യാണം കഴിക്കൊന്നും കൊണ്ടുവരൊന്നും പറ്റൂല, ഞങ്ങൾക്ക് എനിക്കും എൻ്റെ മക്കൾക്കും ഇറങ്ങിപ്പോകാന്നുള്ളൊരു ഇതവിടെ അപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് വിഷയം. അപ്പം ഇനി നമ്മളടുത്തുനിന്നൊരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് നിന്നു. അവര് സ്റ്റേഷൻ മുഖാന്തരമാണ് പിന്നെ ഈ കുട്ടിനെ കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നപ്പോൾ സ്റ്റേഷനിൽ എന്നോട് പോലീസുകാരും പറഞ്ഞു ഞങ്ങളെ ഫാമിലിയാണ്, കുടുംബങ്ങൾ പിന്നീട് നന്നാകും, മക്കൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മറ്റു പോയി കഴിഞ്ഞാൽ നമുക്ക് അവനും കൂടി അവകാശപ്പെട്ടതാണ്, പിന്നെ എൻ്റെ മകനെ വിശ്വസിച്ച് ഇറങ്ങിപ്പോകുന്ന കുട്ടിയാണ്, അതുകൊണ്ട് എന്തായാലും സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ കുടുംബങ്ങൾ പിന്നീട് നന്നായിക്കോളുമല്ലോ എന്നില്ല. മകനോട് സംസാരിച്ചായിരുന്നു? മകനോട് ഞാൻ അന്ന് സംസാരിച്ചു. നമുക്ക് ഇപ്പോൾ ഈ ടൈമൊന്നും അല്ല. റിസൾട്ട് വന്നതിന് ശേഷം റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഇവനെ തന്നെ പറഞ്ഞു വിട്ടു, ഞാൻ പോയില്ല. കാരണം ഇവനോട് ഇപ്പൊ ഇത് പറയുമ്പോ ഇവനക്ക് അതിനുള്ള പ്രായം അന്ന് ആയിട്ടുള്ളല്ലോ, 20 വയസ്സാവണേ ഉള്ളൂ, 20 വയസ്സ് തികഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇവനെ തന്നെ പറഞ്ഞയച്ചത്. ഡോക്ടർ പറയുമ്പോ ഇവൻ എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള ലെവലിലാണ് ഞാൻ പറഞ്ഞയച്ചത്. ഇവർക്ക് അതൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ അറിഞ്ഞു അതൊന്നും എനിക്കറിയില്ല. പിന്നീട് എനിക്കിതൊരു നോർമലി അല്ല എന്ന് തോന്നാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ ഒരു ഡൗട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തു. എൻ്റെ ഫ്രണ്ടും പറഞ്ഞു കാര്യങ്ങൾ റോങ് തന്നെയാണ്, ഞാൻ എൻ്റെ വീട്ടുകാരോട് സംസാരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വൈഫിനോട് സംസാരിച്ചു. ഓളും പറഞ്ഞു ഇതൊരിക്കലും നമുക്ക് ശരിയാവണ കാര്യമല്ല. എൻ്റെ ഉമ്മാനോട് ഞാനല്ല അവരെന്നെ ഉമ്മയായിട്ട് ഡിസ്കസ് ചെയ്ത് എൻ്റെ ഉമ്മ വീട്ടിൽ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കി. കാരണം എൻ്റെ ഉമ്മയുടെ വന്നുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു നിങ്ങളെ ബാപ്പ മരിച്ചിട്ട് ഇത്ര ആയിട്ടുള്ളൂ, ആവശ്യമില്ലാത്ത ജനങ്ങളെ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ വിഷയമാക്കി. ആ സമയത്ത് ഇവന് ഞാനും ഇമ്മയും കൂടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് റോങ് സംസാരിച്ചതിന് അന്ന് അവിടെ അടി നടന്നു. എൻ്റെ മോനാണ് എന്നെ ഫസ്റ്റ് അടിക്കണത്.
അന്ന് അവൻ്റെ അടി ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്നാണ് കൊണ്ടത്. കാരണം ഈ വിഷയം പറഞ്ഞിട്ട്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞു ഇതിലൊന്നും ഇനി ഇടപെടണ്ട, കാരണം ഇനി ഇതിൽ ഇടപെടണ്ട, ഓല് പ്രസവിക്കുന്ന സമയമാവട്ടെ, നമുക്ക് DNA ടെസ്റ്റൊക്കെ നടത്തിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ ആ DNA ടെസ്റ്റ് നടത്തും. എന്നിട്ട് ഞങ്ങളിലേക്ക് എന്തെങ്കിലും ചതി പറ്റിക്കണമെങ്കിൽ അന്നെ എൻ്റെ കുടുംബത്തിന് ഞാൻ ഇതിനുള്ള മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ഞാൻ അവളോട് പറഞ്ഞു. പിറ്റേ ദിവസം കൊണ്ടിട്ടുള്ള അബോർഷനാക്കി. ഇത് അബോർഷനായ കാര്യമോ ഒന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ പിറ്റേ ദിവസം എൻ്റെ മോള് 2 ദിവസം കഴിഞ്ഞിട്ട് മോള് ഒരു കടയിൽ ചെന്നപ്പോൾ ആ കടയിലത്തെ താത്ത ചോദിച്ചു ഇങ്ങനെ ഉണ്ടായിക്കണോ. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയണത് എൻ്റെ മോൻ ചവിട്ടി, ഒരു വിഭാഗം ആളുകൾ പറയണത് ഞാൻ ചവിട്ടി ഗർഭാലസിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇവൾക്ക് ഫോൺ ചെയ്തു, മരുമോൾക്ക് വിളിച്ചു. അപ്പോൾ അവരെവിടെയെന്ന് ചോദിച്ചപ്പോൾ മരുമോള് പറഞ്ഞത് ഈ ഒരു എൻ്റെ അമ്മൂസ, അതായത് ഭർത്താവിൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു, ഉപ്പാൻ്റെ ഒരു പെങ്ങളുണ്ട്, പെങ്ങളെ വീട്ടിലാണ്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിൽക്കണ്ട, എൻ്റെ അടുത്തേക്ക് പോരി, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു വേണ്ട ഇവിടെ നിന്നോളാം, അമ്മമ്മ ഉണ്ട് നോക്കാനാണ്. അമ്മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതെനിക്ക് ഇഷ്ടമായില്ല, കാരണം ഇവർ കുടുംബം കലക്കാൻ നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ നാട്ടിലുണ്ട് അയൽവാസി തന്നെ ഉണ്ട്, ഒരു സെലീന എന്ന് പറഞ്ഞൊരു ലേഡി ഉണ്ട്, നരിമയുടെ സെലീന എന്ന് പറയും. അവള് ഈ അബോർഷൻ ചെയ്യാൻ കൂട്ടു നിൽക്കണതൊക്കെ അവളാണ്. അപ്പം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ഞാൻ ചൂടായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോൾ ഇവരെന്താ പറഞ്ഞിക്കണത് അറിയോ, മൊത്തത്തിൽ ഞാൻ ചവിട്ടിങ്ങാണ്ടാണ് ആ ഗർഭം കലക്കിയത്, ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. മകൻ അബോർഷൻ നടത്തിയത് അറിഞ്ഞില്ലേ? മകൻ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല. മകനോടും പറഞ്ഞത് ഞാൻ ചവിട്ടി. അങ്ങനെ മകന് അന്ന് തൊട്ടാണ് മകനെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്. അത് അന്ന് ഇറങ്ങിപ്പോയി. 3 പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങി വന്ന് നിന്നതാണ്. അപ്പൊ വീണ്ടും ഇവരെന്തെങ്കിലും പറഞ്ഞ് ഇവര് പ്രശ്നം ഉണ്ടാക്കുമ്പോ വീണ്ടും നമ്മൾ ഇറക്കി വിടും. 3 പ്രാവശ്യം ഞാൻ തിരിച്ചു കയറി ചെന്നതാ. കാരണം ഇവർക്ക് അങ്ങനെ ഇട്ടുകൊടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട വീട്, ഈ കുട്ടിക്ക് 2 വയസ്സാണ് എനിക്ക് ആ വീട് വെക്കുമ്പോ ഇപ്പൊ വന്ന അവനെ ഞാൻ ഒരു തൊക്കത്തും വെച്ചിട്ടാണ് ഞാൻ നിന്റെ വീട് വണ്ടൂര, അവിടുന്ന് ഞാൻ ഈ വീട് പണി എടുക്കണ പണിക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഈ കുട്ടീനെ ഒക്കത്ത് വെച്ചിട്ടാണ് ഞാൻ വരിക. അങ്ങനെ ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അന്ന് എൻ്റെ അമ്മായിമാനോട് എൻ്റെ ഹസ്ബൻഡ് വിളിച്ച് ചോദിച്ചു ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ, എനിക്ക് ചെറിയ കുട്ടിയല്ലേ. എൻ്റെ അമ്മായിമാർ പറഞ്ഞു ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അതായത് ഭർത്താവിൻ്റെ ഫാദർ ചെറുപ്പം തൊട്ടേ അമ്മായിമാരുടെ അടുത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കി പോയതാണ്. അത് ഇവരെ പ്രശ്നം കൊണ്ട് ഒഴിവായി പോയതാണ്. എന്നിട്ട് അവർ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കല്യാണം കഴിച്ച അതിലുള്ള അമ്മ പറഞ്ഞു ഞാൻ ചെയ്തു കൊടുത്തോളാം, ഈ ആ കുട്ടീനെയും കൊണ്ട് കഷ്ടപ്പെടണ്ടായിരുന്നു. അങ്ങനെ അവരെ വീട്ടിലാണ്. എന്നിട്ട് ഞാൻ ഈ കുട്ടീനെയും കൊണ്ട് പോകും, ഫുഡ് ഉണ്ടാക്കും, പണിക്കാർക്ക് കൊടുന്നു കൊടുക്കും. ഇത്രയും കഷ്ടപ്പെട്ട അതിൽ പൈസ മാത്രമേ മൂപ്പര അന്ന് ഇറക്കിയിട്ടുള്ളൂ ഹസ്ബൻഡ്. ബാക്കിയുള്ള എല്ലാ പരിപാടിയും ഞാനും ഹസ്ബൻഡിൻ്റെ ഫാദറുമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണ്. കാരണം ഞാൻ 6 മണിക്കൊക്കെ പണിക്കാർ കയറിപ്പോയാൽ 1.5 കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് ബസ് കിട്ടാൻ. എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് ഒരു 10-26 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ കുട്ടീനെ വെച്ചിട്ട് ഞാൻ ഓടും ബസ് കിട്ടാതെ. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി. ആ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇവള് കാരണം നിൽക്കാൻ പറ്റാതെ മരുമോള് കാരണം. ചേച്ചി ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങൾ 2 വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പൊ നിങ്ങൾ വഴിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എത്ര ദിവസം ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ, അതായത് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ ഇവള് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായി അവിടെ നിൽക്കുന്ന കാര്യത്തിൽ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇവള് നന്നായത് എങ്ങനെയാണെന്നറിയോ, എൻ്റെ മോന് 18 വയസ്സായപ്പോൾ കുറച്ച് ക്യാഷ് കിട്ടി, അവൻ്റെ ഫാദറിൻ്റെ പൈസന്. അപ്പോൾ ഈ പൈസ കിട്ടാനായപ്പോൾ ഇവനും നല്ല രീതിയിലാവും. ഇവനൊരു പണിക്കൊന്നും പോകൂല. ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഇവന്റെ വൈഫിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മോന് പണിക്ക് പോവുള്ളൂ. അങ്ങനെ പോകുമ്പോൾ അത് നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം കൊണ്ടുവരാനോ ഒന്നുമല്ല, അവൾക്ക് എന്തെങ്കിലും ഫാൻസി സാധനങ്ങൾ വാങ്ങാൻ, ഡ്രസ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ അടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യത്തിനുള്ളൂ ഇവൻ പോവുക. നമ്മളെ വീട്ടിലേക്ക് ഒരു കിലോ പഞ്ചസാരയും കൂടി കൊണ്ടുവരാനോ പോലില്ല. അപ്പൊ ആ സമയത്ത് ഈ പൈസന്റെ പിന്നെ അന്നൊക്കെ ഞാൻ വർക്കിന് പോയിട്ട് ഞാനാണ് വീട്ടിലെ ചിലവൊക്കെ നടത്തുന്നത്. അന്ന് ഒരുമിച്ച് ഇവരുണ്ടാവും. അപ്പൊ നല്ല രീതിക്കാണെങ്കിൽ അങ്ങനെ ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധം ഞങ്ങളവിടെ 15 ദിവസം ഞങ്ങൾ വീട്ടിൽ പട്ടിണി നടന്നിങ്ങനെ, അതായത് അരിഭക്ഷണം കഴിക്കാതെ. അപ്പൊ ഇവരെന്താ ചെയ്യാന്നറിയോ, പാർസൽ കൊണ്ടുവരിക. ഈ കുട്ടികൾ എൻ്റെ ഒപ്പം അപ്പുറത്ത് നിന്നിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഇവർ പാർസൽ കൊണ്ടുവരും, ഒറ്റയ്ക്ക് കഴിക്കും. ഓലൊരു റൂമിൽ നമ്മളൊരു കോട്ടേഴ്സിലൊക്കെ താമസിക്കണ പോലെ
ആ വീട്ടിൽ ഒരു റൂമും ആ റൂമും ഒരു തുറക്കലുമില്ല, പുറത്തിറങ്ങില്ല. അപ്പോൾ ഗർഭിണി, രണ്ടാമത് ഗർഭിണിയായതാ. എന്നിട്ട് ഇവൾ ആ ഫസ്റ്റ് ഗർഭം അലസിയപ്പോൾ ഇവൾ എൻ്റെ പേരിൽ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു, ഞാൻ ചവിട്ടിയതാണ് പറഞ്ഞു. പക്ഷെ അവിടെ പോലീസന്മാർക്ക് അറിയാം അവൾ കയറി വന്നതും അവിടെ വന്നതും കാര്യം, അവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരിക്കലും യോജിക്കണില്ല എന്നിട്ട് അത് തള്ളി വിട്ടതാ കേസ്. അങ്ങനെ അവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായതുകൊണ്ട് അവർക്ക് അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴാണ് സ്റ്റേഷനിലേക്ക് വരണ്ട, അത് ഞങ്ങൾ തന്നെ ഒത്തുതീർപ്പാക്കിക്കണ്, ആ കാര്യം ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണ്, എനിക്ക് പറയാനുള്ളത് അതല്ലേ ചോദിച്ചു. എനിക്കത് പറയണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണ്ടേ. കാരണം ആ പേര് പറഞ്ഞിട്ടാണ് മകനും മരുമോളും വീണ്ടും എന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞോട് അത് ഇത് ചെയ്യണ്ട, അത് ഞങ്ങൾ തന്നെ തീരുമാനമാക്കിക്കണ് പറഞ്ഞു. അതങ്ങനെ കഴിഞ്ഞു. പിന്നെയാണ് ഈ അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ഇറങ്ങലും പ്രശ്നം ഉണ്ടാകലും ആയപ്പോൾ പിന്നെ ഈ കുട്ടികളെ ബുക്ക് പാത്ത് വെക്കുക, ബുക്ക് കീറിടുക, പാഠബുക്കിൻ്റെ പേജുകൾ കീറുക, നോട്ട് ബുക്ക് പാത്ത് വെക്കുക, അതേപോലെ യൂണിഫോം പിന്നെ കത്രിക വെച്ച് മുറിക്കുക, ബാഗ് കംപ്ലൈൻ്റ് ആക്കുക, ഇവൾ ബാഗ് എടുത്ത് പാത്തുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി നമ്മളെ വീട്ടിൽ. അപ്പോൾ ഇവർക്ക് ക്ലാസ് കുറേ മുടങ്ങുകയാണ്, പോകാൻ പറ്റില്ല, അന്ന് ബുക്ക് ഉണ്ടാവില്ല. കുട്ടികളെ കൊണ്ട് മാനസികമായിട്ടൊരു പ്രശ്നമായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ വർക്കിന് പോയി വന്നപ്പിക്കിനാണ് ഈ മരുമോള് ഈ 2 മക്കളെയും ചട്ടകം വെച്ച് പൗപ്പിച്ചിക്കണം. ഒരാളെ വയറിന് വെച്ചിക്കണം മോളത്. ഓല് തമ്മിൽ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച്, ഓല് പറയണത് ഞങ്ങളെന്തോ കളിയിലാണെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് കളിയിലാണെങ്കിലും ഒരു കുട്ടീൻ്റെ മേത്ത് ചട്ടകമൊക്കെ വെച്ച് പൈപ്പിക്കുക പറഞ്ഞാൽ എൻ്റെ മോള് സ്കൂളിട്ട് വന്നാൽ കുളിക്കൂല. അപ്പോൾ ഇതിന് മുറിവ് ഞാൻ നോക്കുമ്പോൾ വയറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരും 5 മണി 6 മണി ആവും. അപ്പം ഞാൻ ഇവള് സ്കൂളിൽ വരുമ്പോൾ ഞാൻ പറയും ഇജ്ജ് കുളിച്ചിക്കോ, ഇന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്, കുളിക്കണം, വന്നാൽ എനിക്ക് ഫുഡും ഉണ്ടാക്കണം, നിങ്ങളതൊന്നും കൂടി നോക്കല് ചിലപ്പോൾ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ അറിയാം ഞാൻ വെയിലും കൊണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഗ്രൗണ്ടിലൊക്കെ നിന്ന് ചില ദിവസങ്ങളിൽ വൈകുന്നേരം വരെ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട് ഡ്രൈവിംഗ് സ്കൂളിൽ. അപ്പം ചിലപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ പറയും ഇന്നെ വെയിറ്റ് ചെയ്യരുത്, നിങ്ങൾ കുളിച്ചാൽ മതി, ബാക്കിയൊക്കെ ഇപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മെഷീനിലിട്ട് വെച്ചാൽ ഞാൻ അലക്കിയെടുക്കും, ഇന്നെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ കുട്ടി കുളിക്കൂല. ഇങ്ങനെ കുളിക്കാതെ വന്നപ്പോൾ ഞാൻ ഒരു ദിവസം അടിച്ച് കുളിപ്പിക്കുക, ബാത്റൂമിൽ പോയി ഡ്രസ്സ് അയക്കുമ്പോഴാണ് ഈ കുട്ടീൻ്റെ പാട് കാണുന്നത് വയറിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താന്ന്. അപ്പോൾ ഈ കുട്ടി എന്നോട് എടുത്തേക്ക് പറഞ്ഞു ഇവൻ മോന് പൊള്ളിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു വടി എടുത്തിട്ട് ഇവനെ പോയി അടിച്ചു. കാരണം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ വാപ്പ മരിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ എങ്ങനെയും ജീവിക്കായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് മൊത്തം. നിങ്ങൾ തമ്മിൽ തച്ച് കൊല്ലാനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തച്ച് പിരിയാനോ അല്ലെങ്കിൽ കൊന്ന് പിരിയാനാണെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമില്ലല്ലോ പറഞ്ഞു ഇവനെ ഞാൻ തച്ചു. അപ്പോൾ 2 കുട്ടികളൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞു. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് വണ്ടി കഴുകുകയാണ്. അപ്പോൾ ഇവൻ്റെ കാലിൻ്റെ ഇവിടെയും കണ്ടു ഈ പൊള്ളൽ. അപ്പം ഞാൻ ഓനോട് ചോദിച്ചു എൻ്റെ കാലിലെന്താന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഇവള് പൊള്ളിച്ചതാണ്. അതിൽ ഞാൻ അവിടെ നിന്ന് കുറേ കരഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു ഞാൻ ഇനി എൻ്റെ കാര്യം നോക്കി ഞാൻ പോവുകയാണ്, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കൊത്തി തീരാനാണെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടായി. അപ്പം എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചതാണ്, ഉമ്മച്ചിക്ക് ഇനി ഒരു ടെൻഷൻ ആവണ്ട വെച്ചിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പം തന്നെ ഞാൻ ചൈൽഡ് ലൈനിൽ വിളിച്ച് വിവരം പറഞ്ഞു. കാരണം ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ബുക്ക് കീറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ കുട്ടികളെ മേത്തേക്ക് ഇന്നോല് ഉപദ്രവിച്ചതൊക്കെ ഞാൻ സഹിച്ചും ക്ഷമിക്കുകയും ചെയ്യും. പക്ഷെ ഈ ചെറിയ കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ സഹിച്ചു നിന്നാൽ നാളെ വേറെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴും ഇന്റെ ഒരു പോരായ്മയും പറയും എനിക്ക് നഷ്ടം ഉണ്ടാവുള്ളൂ. വിളിച്ചിട്ട് അവര് കേസൊക്കെ എടുത്തിട്ട് സ്റ്റേഷനിക്ക് വിളിച്ചു. അവിടെ നേരെ കരുവാൻ്റെ സ്റ്റേഷനിക്കാണ്, അവിടെ നമ്മളെ സ്റ്റേഷനിക്കാണ് വിളിക്കുക. ഇവര് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ സ്റ്റേഷനിൽ ഇവര് പറയും അത് ഫാമിലി ഇഷ്യൂസ് ആണ് പറഞ്ഞിട്ട് ഇവര് എഴുതി തള്ളും. അതായത് സ്റ്റേഷൻകാർ ഇതിനൊരു ഇത് അപ്പൊ ഫസ്റ്റ് അവിടെ വന്ന് ഈ കുട്ടിനോട് അവിടുത്തെ ജെയിംസ് സാറായിരുന്നു അന്ന് അവിടെ സാർ ചോദിച്ചതാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഈ കുട്ടി സമ്മതിച്ചതുമാണ് പൊള്ളിച്ചു എന്നുള്ളത്. പക്ഷെ അതിന്റെ കേസും പിന്നീട് ചൈൽഡ് ലൈനിൽ നിന്നും ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ നമുക്ക് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളത് ഞാൻ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ ഈ തുടർന്ന് പ്രശ്നങ്ങളായപ്പോഴാണ് ഞാൻ വീട് മാറാൻ വേണ്ടി തീരുമാനിക്കുന്നത്. കാരണം എൻ്റെ മക്കൾക്ക് ക്ലാസ്സും ഞാൻ അതിനിടയ്ക്ക് ഇവരെ ശല്യം കൊണ്ട് അങ്ങനെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഒരു സ്വസ്ഥത ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വീട്ടുകാരോട് എനിക്കിത് പറയാൻ പറ്റൂല. അവർ പറയും ഇയായിട്ട് കൊണ്ടുവന്നതല്ലേ തീരുമാനം എടുത്തോ എന്ന് പറയും. അപ്പോൾ വീട്ടിലും ഞാൻ ഈ ഒരു പ്രശ്നത്തിലും അതിന് ഹസ്ബൻഡ് മരിച്ച സമയത്ത് പിന്നെ
സ്വത്ത് ഓരച്ചിന്റെ പ്രശ്നത്തിൽ ഞാൻ എൻ്റെ വീട്ടുകാരായിട്ട് ചെറിയൊരു പ്രശ്നത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫാദറിൻ്റെ അനിയൻ സ്വത്ത് മൊത്തം തീരുമാനമായി കൊടുത്തു. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കും ഇവർക്ക് 18 വയസ്സ് പോലും ആവാതെ അത് ഓരി വെക്കാനേ പാടില്ലായിരുന്നു. അതാണ് പിന്നീട് ഞാൻ അറിഞ്ഞത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവർ നമ്മൾക്ക് അവകാശപ്പെട്ടതൊക്കെ കാരണം ഈ ഹസ്ബൻഡ് നയിച്ചുണ്ടാക്കിയ മുതലാണ്. ഒരിക്കലും ഇവരെ കുടുംബ സ്വത്ത് ഒന്നുമല്ല. ഹസ്ബൻഡ് സൗദിയിൽ പോയിട്ട് നയിച്ചുണ്ടാക്കിയ മുതലാണ്. അത് മൊത്തം ഓരി വെച്ചു. ഇവര് അന്ന് പിന്നെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെയൊക്കെ നല്ലോണം സഹായിച്ചതാണ്. അപ്പോൾ അന്ന് തന്നെ ഈ വീട് പിന്നെ ഈ തറവാട് വീട് ഇവരെ കൊണ്ട് എടുപ്പിച്ചപ്പോൾ അന്ന് തന്നെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ അതായത് ഹസ്ബൻഡിന്റെ ഷെയർ ഉണ്ടല്ലോ, ഈ 6 മക്കളെ പേരിലുള്ള ഷെയറാണ്. ഹസ്ബൻഡിന്റെ ഷെയർ കൂടി എൻ്റെ അമ്മായിയമ്മക്ക് കൊടുത്തു, ഉമ്മയ്ക്ക് കൊടുത്തു. 4 ലക്ഷം വെച്ചിട്ടാണ് ഉമ്മക്കും ഉപ്പക്കും കൊടുക്കുന്നത്. ആ വീടിന്റെ ഷെയർ 4 ലക്ഷം ഉമ്മാൻ്റെതാണ്. പിന്നെ 4 ലക്ഷം കൂടി നമ്മൾ എക്സ്ട്രാ കൊടുത്തു. ആ എക്സ്ട്രാ കൊടുത്തത് 4 ലക്ഷം മോന്റെ, അതായത് ഈ മോന്റെ മുതലാണല്ലോ, അതിൻ്റെതാണ്. ഇനി ഇന്റെ മുതലുമായിട്ട് നിങ്ങൾക്ക് യാതൊരു ഇതുമില്ല. എനിക്ക് എന്റെ മക്കൾ വളർന്നു തരും, എന്റെ മക്കൾക്കും വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ 4 ലക്ഷം എക്സ്ട്രാ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മാക്ക് 4 ലക്ഷം ഉണ്ടാവുള്ളൂ. അതായത് മകന്റെ ഷെയറും കൂടി. മനസ്സിലായി. ഈ ചേട്ടന്റെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മുതലും കൂടെ ഷെയറും കൂടെ ഉമ്മാക്ക് കൊടുത്തു. അങ്ങനെ ഉമ്മാക്ക് 8 ലക്ഷം ആ വീടിന്റെ ഷെയർ മാത്രം കൊടുത്തു. അതിന് 4 ലക്ഷം തെളിവുണ്ടോ? ആ തെളിവുണ്ട്.